അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ കല്ലുമ്മക്കായ് നിറച്ചതാണ്. അതിനായി ആദ്യം കല്ലുമ്മക്കായ് നല്ലോണം കഴുകിയെടുക്കാം. അതിനുശേഷം അത് രണ്ടായി പിളർന്ന് അധികം ഓവർ പിളർക്കാതെ ഒരു മീഡിയം സൈസിൽ പിളർന്ന് വെക്കുക. ശേഷം കല്ലുമ്മക്കായ് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത കല്ലുമ്മക്കായ് നമുക്ക് ഒരു അരിപ്പയിലിട്ടിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് വെക്കാം. ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ മട്ടരിയോ അല്ലെങ്കിൽ നെല്ലുത്തരിയോ പച്ചരിയോ നമുക്ക് കുതിർത്ത് വെക്കാം. ഞാനിവിടെ എടുത്തത് മട്ടരിയാണ്. മട്ടരിയോ നെല്ലുത്തരിയോ വേഗം കുതിർന്ന് കിട്ടും. അതിനുശേഷം ഒരു മുറി തേങ്ങ, കുറച്ച് നല്ല ജീരകം, ഒരു കഷ്ണം കറുവപ്പട്ട, കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക്, കുറച്ച് പെരുംജീരകം ഇതൊക്കെ എടുത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇത്ര അരവിൽ അരഞ്ഞാൽ മതി. അതിനുശേഷം ആ ജാറിൽ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച മട്ട അരിയിടാം. അതിൻ്റെ കൂടെ നമ്മൾ കടയിൽ നിന്ന് ഊറിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം. ഈ അരപ്പും തേങ്ങയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തുറന്ന് വെച്ച് കടുക്കയിലേക്ക് മാവ് നിറച്ച് വെക്കാം. ശേഷം മാവ് ചെമ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഈ കടുക്ക നിറച്ച് തരാം. നല്ലോണം വെന്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇത് പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശേഷം കടുക്ക ഇറന്ന് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ നിറച്ച് വെച്ച കടുക്ക പൊരിച്ചെടുക്കാം.
അപ്പം നമ്മൾ മലബാർ സ്പെഷ്യൽ കല്ലുമ്മക്കായ നരച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്.